السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമായ സ്വർഗം നാം നേടിയെടുക്കണമെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ അറിയുകയും ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന ധാരാളം നന്മകളുണ്ട്. അതിലേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നമ്മളുടെ ജീവിതം നന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കണം. സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒരുപോലെയാകില്ലല്ലോ. ദുഷ്കർമ്മങ്ങൾ നാം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ ഈ ദുനിയാവിൽ വെച്ച് നാം ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ പ്രിയ മകനെ വിളിച്ചുകൊണ്ട് നൽകുന്ന സതുപദേശങ്ങളായി അല്ലാഹു തആല നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം: യാ ബുനൈ ഇന്നഹാ ഇൻ തകു മിസ്കാലു ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാത് ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം സദാ ബോധവാനായിരിക്കണം. ഈ ലോകത്ത് വെച്ച് നീ പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും വളരെ ലളിതമായ നിസ്സാരമായ ഒരു കടുകുമണിയോളം മാത്രമാണ് ഉള്ളതെങ്കിലും ആ പ്രവർത്തനങ്ങൾ ഈ ദുനിയാവിൻ്റെ ഏത് കോണിലായാലും ആകാശത്തിലോ ഭൂമിയിലോ വല്ല പാറയിടുക്കിലോ എവിടെയോ ആയിക്കൊള്ളട്ടെ, അവയെല്ലാം ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നമ്മളുടെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അവിടെ നാം തിരിച്ചറിയേണ്ടുന്നത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനും ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിച്ചവനും ഒരുപോലെയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ജീവിതം സൽക്കർമ്മനിരതമായാൽ സ്വർഗം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും വിശ്വാസികൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് എന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ 107-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്: ഇന്നല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. അല്ലാഹു തആല പറയുകയാണ്, തീർച്ചയായും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസത്തെ ക്രമീകരിച്ചിട്ടുള്ളതായ ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ പാരത്രിക ജീവിതത്തിലേക്ക് അവർ നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ ജീവിതത്തിൽ അവർ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങൾക്ക് ഏറെ ഉയർന്ന പ്രതിഫലങ്ങൾ നൽകപ്പെടുമെന്നാണ്. ഇന്നല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസം ശരിയാക്കിയ ആളുകൾ പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളെ അവർ നന്നാക്കിയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു തആല പറയുകയാണ്, ആ ആളുകൾക്ക് ഫിർദൗസാകുന്ന അത്യുന്നതമായ സ്വർഗം അവർക്കുള്ള ആതിഥ്യ സൽക്കാരമായിട്ട് ഉണ്ടാകുമെന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ സ്വർഗത്തിലെ ഏറ്റവും അത്യുന്നതമായ ഉത്കൃഷ്ടമായ ആ ജന്നാത്തുൽ ഫിർദൗസ് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ നാം നമ്മളുടെ ജീവിതത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കണം. വിശുദ്ധ ഖുർആനിലെ തന്നെ സൂറത്തു നിസാ എന്ന അധ്യായത്തിൽ അല്ലാഹു തആല പറയുന്ന മറ്റൊരു വചനമുണ്ട്: വമൻ യഅമൽ മിനസ് സ്വാലിഹാത്ത് മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന വലാ യുദ്ലമൂന നഖീറ. വിശ്വാസിയായ ആണാകട്ടെ അല്ലെങ്കിൽ പെണ്ണാകട്ടെ, അവർക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല. ആണായാലും പെണ്ണായാലും തങ്ങളുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അവർ നിലനിർത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് സ്വർഗം ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ അള്ളാഹു പറയുന്നത് ആണായാലും
പെണ്ണായാലും ഒരാൾ അയാളുടെ ജീവിതത്തിൽ സൽക്കർമ്മം നിലനിർത്തുകയാണ്, അവൻ യഥാർത്ഥമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട്, എങ്കിൽ അവൻ സ്വർഗമാകുന്ന അനുഗ്രഹത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുമെന്നും ഒരൽപ്പം പോലും അവനോട് അനീതി കാണിക്കപ്പെടുകയില്ല എന്നും അല്ലാഹു തആല ഉണർത്തുകയാണ്. അതുപോലെ തന്നെ സൽക്കർമ്മം പോലെ തന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ഭയം. അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റബ്ബിനെ ഭയപ്പെടുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണല്ലോ. അള്ളാഹുവിനെ ഭയപ്പെടുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുവാനും നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നത്. ആ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്നത് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന മഹത്തായ സ്വർഗമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബയ്യന എന്ന അധ്യായത്തിൽ അല്ലാഹു തആല പറയുന്നത് കാണാം, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറളു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ സ്വർഗമാകുന്ന മഹാ അനുഗ്രഹം ഏതൊരു മനുഷ്യനാണ് അല്ലാഹു തആല നാളെ പാരത്രിക ജീവിതത്തിൽ നൽകുക എന്ന് ഈ വചനത്തിലൂടെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിൻ്റെ സാരം നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: അവരുടെ രക്ഷിതാവിങ്കൽ അവരുടെ പ്രതിഫലം അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിൻ്റെ സ്വർഗമാണ്. അതിൽ എന്നെന്നും അവർ നിത്യവാസികളായി കൊണ്ട് കഴിച്ചുകൂട്ടും. അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെടുന്നതാണ്. അവർ അള്ളാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെടും. അത് ഏതൊരുവൻ തൻ്റെ റബ്ബിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാണ് ആ സ്ഥാനമെന്ന് അല്ലാഹു തആല ഉണർത്തുകയാണ്. അപ്പോൾ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നിലനിർത്തുക, അള്ളാഹുവിനെ ഭയപ്പെടുക, ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമെന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.